പ്രകാശൻ ചുനങ്ങാടിൻ്റെ കഴുകൻ എന്ന നോവലിലെ 3-ാം ഭാഗത്തിലെ 9-ാമത്തെ അധ്യായം. നോവൽ കഴുകൻ, ഭാഗം 3, അധ്യായം 9. രാമൻ പൂശാരിയുടെ മന്ത്രശക്തി കൊണ്ടോ എന്തോ ഇട്ടിച്ചിരിയുടെ ഓർമ്മകൾ ശേഖരൻകുട്ടിയുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു തുടങ്ങി. ആ നശിച്ച രാത്രി, അന്ന് ആലിൻ്റെ മുകളിൽ നിന്ന് ഇട്ടിച്ചിരിയുടെ വിളി കേട്ടുവെന്ന് തോന്നിച്ചത് മനസ്സിൻ്റെ വിഭ്രമമായിരിക്കണം, അല്ലെങ്കിൽ തലേന്ന് കഴിച്ച മദ്യത്തിൻ്റെ മായാജാലം. ഞാൻ എന്തിനു വീട്ടിനകത്ത് ചടഞ്ഞുകൂടിയിരിക്കണമെന്ന് ശേഖരൻകുട്ടി ചിന്തിച്ചു. ഇട്ടിച്ചിരിയുടെ മരണത്തിന് ഉത്തരവാദി ആരെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ പെണ്ണിൻ്റെ കൊലപാതകത്തിൻ്റെ ഫയൽ തെളിയാത്ത കേസുകളുടെ കൂട്ടത്തിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കെട്ടിവെച്ചിരിക്കുന്നു. രാമൻ പൂശാരിയുടെ മന്ത്രവാദത്തിലോ അയാൾ കെട്ടിക്കൊടുത്ത ചരടിൻ്റെ മന്ത്രശക്തിയിലോ അവന് വിശ്വാസമുണ്ടായില്ല. അച്ഛനും അമ്മയും അറിയാതെ എങ്ങനെ കയ്യിൽ കെട്ടിയ ചരടഴിച്ച് ദൂരെ കളയാമെന്നായിരുന്നു അവൻ്റെ ആലോചന. എന്തായാലും കെട്ടിപ്പോയില്ലേ, കുറച്ചു ദിവസം കഴിയട്ടെ. അമ്പലവട്ടത്തെ ആൽത്തറയിൽ ഇപ്പോഴും കൂട്ടുകാർ വെടിപറഞ്ഞിരിക്കുന്നുണ്ടാവുമെന്ന് ശേഖരൻകുട്ടി ഊഹിച്ചു. അവരോടൊത്ത് മേളിക്കണമെന്ന മോഹം കലശലായപ്പോൾ ഒരു നാൾ 4 മണി ചായയ്ക്ക് ശേഷം അവൻ പടിപ്പുര കടന്ന് പാടത്തേക്കിറങ്ങി. കൊക്കരണിപ്പറമ്പിൻ്റെ ഓരത്തുകൂടി വേണം ശിവന്റെ അമ്പലത്തിലേക്ക് പോകാൻ. ഒരു മനച്ചാഞ്ചല്യവും കൂടാതെ അവൻ കൊക്കരണിപ്പറമ്പും കടന്ന് പാടവരമ്പുകൾ താണ്ടി മുന്നോട്ട് നടന്നു. പ്രതീക്ഷിച്ച പോലെ ചങ്ങാതികൾ ആൽത്തറയിലുണ്ടായിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ശേഖരൻകുട്ടി കൽപ്പടവുകൾ കയറി വരുന്നത് കണ്ട് അവർ ആർപ്പ് വിളിച്ചു. ഇവൻ മദിരാശിയിലേക്ക് ഇംഗ്ലീഷിൽ മേൽപഠനത്തിന് പോയതാണെന്ന് കേട്ടുകേൾപ്പിച്ച് ചങ്ങാതിമാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ പദവിയിലെത്തും ശേഖരൻകുട്ടിയെന്ന് അവർക്കുറപ്പുണ്ട്. കൂട്ടത്തിലൊരാൾ വലിയ ഉദ്യോഗസ്ഥനായിട്ടോ പേരുകേട്ട വക്കീലായിട്ടോ വിലസുന്നത് അവർക്കും സന്തോഷമുള്ള കാര്യമാണ്. ശേഖരൻകുട്ടി പഴയ അപ്പുവായി. തമാശകൾ പറഞ്ഞും ചിരിച്ചും അവർ നേരം പോക്കി. ആ സമയത്ത് ഒരു പെണ്ണിനെ ഇടവഴികളിലും പാടവരമ്പത്തും കണ്ടുവെന്ന് അവരും കേട്ടിരുന്നു. അത് നമ്മുടെ കല്യാണിയുടെ മകളാവും. ആളെ പിടിക്കാൻ തള്ള പറഞ്ഞയക്കുന്നതായിരിക്കും. മേലെപ്പാട്ടെ കേശവൻകുട്ടിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതാണ് ശരിയെന്ന് മറ്റുള്ളവരും സമ്മതിച്ചു. അവളെ എവിടെയെങ്കിലും വെച്ചു കണ്ടുമുട്ടണേ എന്ന് അവർ മോഹിച്ചു. പാടത്തിനക്കരെ സൂര്യൻ അസ്തമിക്കാൻ വട്ടം കൂട്ടുന്നത് കണ്ട് ശേഖരൻകുട്ടി ആൽത്തറയിൽ നിന്ന് എണീറ്റു. സന്ധ്യ മയങ്ങുന്നതിന് മുമ്പേ വീട്ടിലെത്തണമെന്ന തോന്നൽ. ഇരിക്കടോ, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. കേശവൻകുട്ടി വാക്കു പറഞ്ഞെങ്കിലും ശേഖരൻകുട്ടി നിന്നില്ല. കൊക്കരണിപ്പറമ്പ് താണ്ടി തറവാടിൻ്റെ പടിപ്പുരയോളം നീളുന്ന വലിയ വരമ്പത്തുകൂടി നടക്കുമ്പോൾ ആരോ പിന്തുടരുന്നുണ്ടെന്നൊരു തോന്നൽ. ആവുന്നത്ര വേഗത്തിൽ നടന്നു. പേടി മനസ്സിൻ്റെ സൃഷ്ടിയാണെന്ന ബോധമുണ്ട്. എങ്കിലും പടിപ്പുരവാതി തള്ളി തുറന്ന് അകത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ ശ്വാസം നേരെ വീണുള്ളൂ. മുറ്റത്തേക്കുള്ള ഒതുക്കുകൾ കയറുമ്പോൾ കാലിടറി മുമ്പോട്ടാഞ്ഞെങ്കിലും വീണില്ല. കരിങ്കല്ലിൽ ഇരടിമുട്ടി തള്ളവിരൽ ചെറുതായി മുറിഞ്ഞു. ചോര കിനിയുന്നു. അമ്മ തുളസിത്തറയിൽ അന്തിത്തിരി വെക്കുകയാണ്. അപ്പുവിൻ്റെ വെപ്രാളം കണ്ട് അമ്മ ശങ്കിച്ചു നിന്നു. എന്താടാ, എന്തു പറ്റി? ഒന്ന് ഇരടിമുട്ടി. എവിടെ? ശേഖരൻകുട്ടി മുറ്റത്തേക്ക് കയറുന്ന കല്ലൊതുക്കിലേക്ക് വിരൽ ചൂണ്ടി. നോക്കി നടക്കണ്ടേ? പുറത്തു പോണതൊക്കെ ശരി, ഇരുട്ടാക്കരുത്. വാ, അമ്മ അട്ടക്കരി വെളിച്ചെണ്ണ ചാലിച്ചു വെച്ച് തരാം. അതൊന്നും വേണ്ട അമ്മേ, അത്രയ്ക്കൊന്നും പറ്റിയിട്ടില്ല. വേണ്ടെങ്കിൽ വേണ്ട, കഴുകി വാ, ചെല്ല്. കുളത്തിലേക്ക് പോകുന്ന കാര്യം ഓർത്തപ്പോൾ പേടി തോന്നി. വേണ്ട, കൊട്ടത്തളത്തിൽ കയ്യും കാലും കഴുകിക്കോളാം. അമ്മ നിർബന്ധിക്കാൻ പോയില്ല. അധ്യായം 10. BA പരീക്ഷയുടെ ഫലം വന്നു. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. തപാൽ ശിപായിയാണ് കോളേജിൽ നിന്ന് അയച്ച കത്ത് കൊണ്ടുവന്ന് തന്നത്. ഭാവി പരിപാടികൾ പ്ലാൻ ചെയ്യണം. പാലക്കാട്ട് പോകണം. കുറച്ച് ദിവസം രാമേട്ടൻ്റെ ലോഡ്ജിൽ തങ്ങാം. വക്കീൽ ഭാഗത്തിന് ചേരാം. അതായിരിക്കും ഈ അവസ്ഥയിൽ നല്ലത്. ലോ കോളേജ് മദിരാശിയിലാണ്. അഡ്മിഷൻ കിട്ടാതിരിക്കില്ല. പാലക്കാട്ട് നിൽക്കാനോ MA ഇംഗ്ലീഷിന് ചേരാനോ ഉത്സാഹം തോന്നിയില്ല. ഇഷ്ടവിഷയമാണ് ഇംഗ്ലീഷ് എങ്കിലും. പാലക്കാട്ട് എന്തായാലും ഇനി താമസിക്കാൻ വയ്യ. ഹേമയുടെ ഓർമ്മകൾ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. ഗോവിന്ദാപുരം എന്ന ബോർഡ് നെറ്റിയിൽ വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളും കളക്ട്രേറ്റും പ്ലിമത്ത് കാറുകളും ഒട്ടും സുഖമുള്ള കാഴ്ചകളാവില്ല. അച്ഛനോട് ആലോചിക്കാൻ പോയില്ല. അച്ഛൻ ഇപ്പോഴും ശത്രുവിനെ പോലെയാണ് മകനെ കാണുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ കൂപമണ്ടൂകങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ട് എന്താണ്? തുടർന്ന് പഠിക്കണമെങ്കിൽ അച്ഛൻ പണം തരും, അത് ഉറപ്പാണ്. ചങ്ങാതിമാരൊത്ത് ആൽത്തറയിൽ സൊറ പറഞ്ഞിരിക്കുന്നത് രസമുള്ള കാര്യം തന്നെ. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴുണ്ടായിരുന്ന കൂട്ടുകാരാണ് എല്ലാവരും. ഗോട്ടി കളിച്ചും ആട്ടക്കളം നിന്നും മാവായ മാവുകൾക്ക് കല്ലെറിഞ്ഞും കടന്നുപോയ കാലങ്ങൾ.
വലിയ മോഹങ്ങൾ ഇല്ലാത്തവരാണ് അവരൊക്കെ. ചെറിയ ജോലികളെ അവർക്ക് സങ്കല്പിക്കാനാവൂ. തട്ടിയും മുട്ടിയും ബെഞ്ച് മറഞ്ഞും എങ്ങനെയോ 10ാം ക്ലാസ് വരെ എത്തി അവരിൽ ചിലർ വഴിയിൽ കിടന്നു. ഒന്നും ശരിയാവുന്നില്ലെങ്കിൽ ബോംബെക്ക് വണ്ടി കയറാമെന്ന് മനസ്സിൽ ഉറപ്പിച്ചവരുണ്ട് കൂട്ടത്തിൽ. മേലെപ്പാട്ടെ കേശവൻകുട്ടി അതാണ് ഉന്നം വയ്ക്കുന്നത്. അമ്പലത്തിൽ തൊഴാൻ വരുന്ന കുമാരിമാരും മുണ്ടും വേഷ്ടിയും ഉടുത്ത യുവതികളും ആനന്ദം തരുന്ന കാഴ്ചകളാണ്. ഹേമ കൈവിട്ടു പോയെങ്കിൽ എന്ത്? ആ തടിച്ചി പെണ്ണിനേക്കാൾ സുന്ദരിമാരുണ്ട് നാട്ടുംപുറക്കാരികളായ ഈ തരുണിമണികളുടെ കൂട്ടത്തിൽ. ഇട്ടിച്ചിരിയേക്കാൾ ചന്തമുള്ള കുട്ടികൾ. 30 തിങ്കളാഴ്ച. അമ്പലത്തിൽ ഇന്ന് പതിവിലധികം തിരക്കുണ്ട്. തിങ്കളാഴ്ച നോമ്പ് സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടതാണല്ലോ. അനുരൂപനായ പുരുഷൻ ഭർത്താവായി വരാനും വിവാഹിതകളാണെങ്കിൽ ദീർഘമംഗല്യ ഭാഗ്യത്തിനും. അമ്മയ്ക്കും തിങ്കളാഴ്ച നോമ്പുണ്ട്. തൊഴാൻ അമ്പലത്തിൽ വരാറില്ലെങ്കിലും അത് നന്നായി. ശേഖരൻകുട്ടിയും കൂട്ടുകാരും ആൽത്തറയിൽ കാൽ തൂക്കിയിട്ട് നിരന്നിരുന്നു. കൽപ്പടവുകൾ കയറി വരുന്ന പെൺകിടങ്ങളെ ആവോളം കണ്ടു രസിച്ചു. ആൽത്തറയുടെ അരികിലൂടെ വേണം അവർക്ക് അമ്പലമുറ്റത്തേക്ക് പോകാൻ. അവരിൽ ആർക്കാണ് അധികം ചന്തമെന്ന് കൂട്ടുകാർ തമ്മിൽ തർക്കിച്ചു. മുഖചന്തത്തിനും ആകാരവടിവിനും അവയവങ്ങളുടെ മുഴുപ്പിനും പ്രത്യേകം മാർക്കിട്ടു. പെൺകുട്ടികൾ കേൾക്കെ അശ്ലീല ചുവയുള്ള തമാശകൾ പറഞ്ഞു. ചോര കുടിക്കുന്ന ഓന്തുകൾ ആൽത്തറയിൽ ഇരിപ്പുണ്ടെന്ന് പെൺകിടങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ തമാശകൾ കേട്ട് കിടാങ്ങൾക്ക് നാണം വന്നു. പോകുന്ന പോക്കിൽ അവർ ഒരു വട്ടമെങ്കിലും തിരിഞ്ഞു നോക്കി. അതുകൊണ്ട് മാത്രം ശേഖരൻകുട്ടി തൃപ്തിപ്പെട്ടില്ല. അവൻ ഉന്നത കുലജാതനും വിദ്യാസമ്പന്നനും പട്ടണ പരിഷ്കാരിയുമാണ്. അവൻ്റെ മനസ്സ് ആരിലേക്ക് ചായുന്നുവോ അവളെ പ്രണയത്തിൻ്റെ വലയിൽ കുരുക്കാനും തന്നിലേക്ക് അടുപ്പിക്കാനും അപാര വിരുതുണ്ടെന്ന് അവന് ആത്മവിശ്വാസമുണ്ട്. ഹേമയുടെ കാര്യത്തിൽ പിഴവ് പറ്റിപ്പോയി. ഒന്ന് കെട്ടിപ്പിടിക്കാനോ കവളത്തൊരു ഉമ്മ കൊടുക്കാനോ മുതിരുകയുണ്ടായില്ല. അനാഗ്രാത കുസുമമായി വേണം മണിയറയിൽ അവൾ കടന്നു വരാൻ. അവൾ ഇത്ര ചഞ്ചലചിത്തയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഗോപാലമേനോന്റെ തോട്ടത്തിൽ വിളഞ്ഞ തേന്മാമ്പഴം നേരത്തെ സ്വാദു നോക്കാമായിരുന്നു. നിരാശപ്പെട്ടതുകൊണ്ട് എന്തു ഫലം? ഒന്നല്ല 2 അബദ്ധങ്ങൾ പറ്റി. ഒന്ന് ഇട്ടിച്ചിരിയുടെ കാര്യത്തിൽ. ഇപ്പോൾ ഹേമ, ഇനിയൊരബദ്ധം സംഭവിക്കരുത്. വാസനയുള്ള പൂക്കൾ വിടരുന്നത് ഇറുത്തെടുക്കാനും മണത്തു നോക്കാനുമാണ്. മണം നഷ്ടപ്പെട്ടാലും ഇറുത്തെടുക്കുന്ന പൂവിനെ കീശയിലിട്ട് നടക്കുന്നതായിരിക്കാം ലോക സ്വഭാവം. പക്ഷേ എനിക്ക് എൻ്റെ വഴി. പെൺകിടങ്ങൾ തൊഴുതുമടങ്ങുന്നത് നോക്കിയിരുന്നതുകൊണ്ട് സൂര്യൻ അസ്തമിച്ചതും സന്ധ്യ തുടുത്തിരുണ്ടതും ശേഖരൻകുട്ടി ശ്രദ്ധിച്ചില്ല. വേഗം ആൽത്തറയിൽ നിന്ന് ചാടി ഇറങ്ങി. കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് ധൃതിയിൽ പടവുകൾ ഇറങ്ങി. തത്സമയം ഒരു പെൺകുട്ടി മുമ്പേ നടന്നു പോകുന്നത് ശേഖരൻകുട്ടി കണ്ടു. ആരാണീ സുന്ദരി? വെളുത്ത നിറം, നിതംബം കവിയുന്ന മുടി വിടർത്തിയിട്ടിരിക്കുന്നു. പാവാടയും ബ്ലൗസും, കടഞ്ഞെടുത്ത മേനി. മുഖം കണ്ടില്ലെങ്കിലും ചന്തമുള്ള കുട്ടിയാണെന്ന് അവൻ ഊഹിച്ചു. അവൾ തൊഴാൻ വരുന്നതും തൊഴുതു മടങ്ങുന്നതും കൽപ്പടവുകൾ ഇറങ്ങുന്നതും കണ്ടതേയില്ലല്ലോ. ശേഖരൻകുട്ടി പെൺകിടാവിനോട് ഒപ്പമെത്തി. ഏയ്! ആണൊരുത്തൻ്റെ വിളി കേട്ട് അവൾ തിരിഞ്ഞു നിന്നു. തച്ചാട്ടെ പത്മിനി, സുന്ദരിക്കുട്ടി. പത്മിനി ശേഖരൻകുട്ടിയെ നോക്കി ചിരിച്ചു. ശേഖരേട്ടൻ BA പാസ്സായില്ലേ? പത്മിനിയോട് ആരാ പറഞ്ഞത്? അവളുടെ ഒപ്പം നടന്നുകൊണ്ട് ശേഖരൻകുട്ടി ചോദിച്ചു. നാട്ടിൽ ആരാ അറിയാത്തത്? എനിക്ക് സന്തോഷായിട്ടോ. അമ്പലത്തിൽ കണ്ടില്ലല്ലോ. ശേഖരേട്ടൻ കൂട്ടുകാരോട് വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നില്ലേ? പാവങ്ങളെ കാണില്ലല്ലോ, കണ്ടാലും ശ്രദ്ധിക്കില്ലല്ലോ. അയ്യോ, ശരിക്കും ഞാൻ പത്മിനിയെ കണ്ടില്ല. ഞങ്ങൾ 4-5 കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു. ഒന്നിച്ചാ തൊഴാൻ വന്നത്. അവരൊക്കെ നേരത്തെ മടങ്ങി. ഞാൻ ഇത്തിരി താമസിച്ചു. അച്ഛൻ്റെ പേർക്ക് ഒരു മൃത്യുഞ്ജയ ഹോമം ഏർപ്പാടാക്കി. നാളെ അച്ഛൻ്റെ പിറന്നാളാ. കഷ്ടകാലം അത്ര അച്ഛന്. ഇരുട്ടായി തുടങ്ങിയില്ലോ, പേടിയാവണോ. ശേഖരേട്ടൻ ഒന്ന് വീട് വരെ തുണ വരുമോ? അതിനെന്താ കുട്ടി, ധൈര്യമായിട്ട് നടന്നോളൂ, ഞാനുണ്ട് കൂടെ. ശേഖരേട്ടൻ്റെ വാക്കുകൾ പത്മിനിക്ക് സന്തോഷം പകർന്നു. അവർ ചെറിയ വരമ്പത്തേക്ക് ഇറങ്ങി. പത്മിനി മുമ്പിലും ശേഖരൻകുട്ടി തൊട്ടു പിന്നിലായും. കുറച്ചകലെ കൊക്കരിണിപ്പറമ്പ്. കൊക്കരിണിപ്പറമ്പിനെ വലം വെച്ച് വേണം പത്മിനിക്ക് തച്ചാട്ടേക്ക് പോകാൻ. സന്ധ്യാനേരത്തെ കൊക്കരിണിപ്പറമ്പ് വഴി പോകാൻ അവൾക്ക് പേടി തോന്നുന്നുണ്ടാവും. കൊക്കരിണിയിലാണല്ലോ ഇട്ടിച്ചിരിയുടെ ശവം പൊങ്ങിയത്. ഇട്ടിച്ചിരിയുടെ ജീവനെടുത്ത കാലനാണ് ശേഖരേട്ടൻ്റെ രൂപത്തിൽ കൂടെ നടക്കുന്നതെന്ന് പത്മിനിക്ക് അറിയില്ലല്ലോ. ഇല്ല കുട്ടി, ശേഖരേട്ടൻ ഒരബദ്ധം പറ്റിയതല്ലേ. ഇനിയൊരു പെണ്ണിൻ്റെ ജീവൻ ശേഖരേട്ടൻ എടുക്കേണ്ടി വരില്ല. എനിക്ക് നിന്നെ വേണം, ഭാര്യയായിട്ടല്ല, കാമുകിയായിട്ട്. ഒരു പോറൽ പോലും നിനക്കേൽപ്പിക്കാതെ, ഒരു വിത്ത് പോലും നിന്നിൽ മുളപ്പിക്കാതെ, നിനക്ക് ആനന്ദം മാത്രം പകർന്നു തന്നുകൊണ്ട് നിൻ്റേതാവാൻ നീ മോഹിക്കുന്ന ശേഖരേട്ടൻ ആകാശത്തുകൂടി ദൂരേക്ക് പറന്നു പോകും. നീ സങ്കടപ്പെടും. ഒരു കോന്തൻ നായരെ ഭർത്താവായി കിട്ടുന്നത് വരെ മാത്രം.
വീതി കുറഞ്ഞ വരമ്പാണെങ്കിലും പത്മിനിയോടൊപ്പം നടന്നുകൊണ്ട് ശേഖരേട്ടൻ പറഞ്ഞു, നിന്നെ എനിക്കിഷ്ടാണ് പത്മിനി, ഒരുപാട്. അധിക നേരം തിരശീല പിടിച്ചു കുടയാതെ അഴകിയ രാവണൻ ചുവടുകൾ വെച്ചു, മുദ്രകൾ കാട്ടി. പത്മിനിയുടെ മുഖം നാണം കൊണ്ട് തുടുക്കുന്നത് വറ്റിയ വെളിച്ചത്തിലും ശേഖരൻകുട്ടി കണ്ടു. എന്തെങ്കിലും പറയൂൻ്റെ പപ്പിക്കുട്ടി. എനിക്കും ഏട്ടനെ ഇഷ്ടാണ്. എത്രത്തോളം? ആകാശത്തോളം. പത്മിനി മേലേക്ക് മുഖമുയർത്തി. മതി, അവൾ വീണു. എനിക്ക് സർക്കാർ ഓഫീസിൽ ഉയർന്ന ജോലി കിട്ടും. നിന്നെ ഞാൻ താലി കെട്ടി പാലക്കാട്ടേക്ക് കൊണ്ടുപോകും. പത്മിനി എൻ്റെ റാണിയായി വലിയ ബംഗ്ലാവിൽ ഇരിക്കണമ്മയും വേലക്കാരികളുമായി വാഴും. അവൻ അവളെ ചേർത്ത് പിടിച്ചു. പത്മിനി അനുസരണയോടെ ശേഖരേട്ടനോട് ഒട്ടി നടന്നു. കൊക്കർണിയുടെ ഓരം ചേർന്ന് പോകുന്ന വരമ്പത്തെത്തി. ഇപ്പോൾ ശേഖരൻകുട്ടി മുമ്പിലും പത്മിനി പിന്നാലെയുമായി. കൊക്കർണി പറമ്പിനോട് സമീപിച്ചുകൊണ്ടിരിക്കെ ശേഖരൻകുട്ടിയുടെ ഹൃദയമിടിപ്പ് ഉച്ചത്തിലായി. ഇതാണ് പറ്റിയ അവസരം. ഇതുപോലൊരവസരം പിന്നീട് കിട്ടിയെന്ന് വരില്ല. ഹേമയുടെ കാര്യത്തിൽ നിരാശപ്പെടേണ്ടി വന്നത് അവസരങ്ങൾ ഒരു മന്ദബുദ്ധിയെപ്പോലെ കളഞ്ഞു കുളിച്ചതിനാലാണ്. സന്ധ്യ നിശേഷം പറ്റി. ഇരുട്ടു വീണു തുടങ്ങി. ഒരൽപ്പം താമസിച്ചാലും കുഴപ്പമില്ല. കുപ്പായത്തിനടിയിൽ 2 കട്ടയുടെ ടോർച്ചുണ്ട്. ശേഖരൻകുട്ടി ചുറ്റുപാട് നോക്കി. ദൃഷ്ടി ചെല്ലുന്നിടത്തൊന്നും ഒരു മനുഷ്യജീവിയെയും കാണുന്നില്ല. അവൻ പത്മിനിയുടെ കൈ പിടിച്ചു. വാ പത്മിനി, നമുക്ക് ഈ പറമ്പിൽ ഇത്തിരി നേരം സ്വൈരായിരുന്ന് സംസാരിച്ചിട്ട് പോവാം. ആരെങ്കിലും കണ്ടാലോ? ആരും കാണില്ല. ഈ വഴിക്ക് ഈ സമയത്ത് ആരും വരില്ല. എനിക്ക് പേടിയാവണു. ഞാനില്ലേ കൂടെ? അവർ കൊക്കർണിപ്പറമ്പിലേക്ക് കയറി. കൊക്കർണിയുടെ വക്കോളം ശേഖരൻകുട്ടി പത്മിനിയെ കൂട്ടി നടന്നു. കൊക്കർണിയുടെ വക്കരം കാണാത്ത വിധം പുല്ലും ചെടിയും വളർന്നു മുറ്റിയിരിക്കുന്നു. കുമാരനോ പണിക്കാരോ അടുത്ത കാലത്തൊന്നും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് വ്യക്തം. കൊക്കർണിയുടെ ആഴത്തിലേക്ക് ഒരു വട്ടം എത്തി നോക്കണമെന്നുണ്ടായിരുന്നു. ധൈര്യം വന്നില്ല. ഇട്ടിച്ചിരി എന്ന അസത്തു പെണ്ണിനെ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചുകൊണ്ട് ശേഖരൻകുട്ടി കൊക്കർണിക്ക് പുറംതിരിഞ്ഞു നിന്നു. പത്മിനി ശേഖരേട്ടൻ്റെ മാറിൽ തല ചായ്ച്ചു. ഒരു കൈകൊണ്ട് അവളെ തന്നിലേക്ക് അടുപ്പിച്ച് മറുകൈ കൊണ്ട് അവളുടെ പനിനീർപ്പൂവ് പോലുള്ള മുഖം പിടിച്ചുയർത്തി ചുണ്ടിൽ ചുണ്ടു ചേർക്കാനാഞ്ഞു. ആ നിമിഷം ശേഖരൻകുട്ടി ഞെട്ടിത്തരിച്ച് പിന്നാക്കം മാറി. ഇട്ടിച്ചിരിയുടെ കണ്ണുകൾ അഗ്നിഗോളങ്ങൾ പോലെ കത്തിയെരിയുന്നു. അലറി വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഒച്ച തൊണ്ടയിൽ കുരുങ്ങി. ഞാനിപ്പോൾ തെക്കേറയിൽ ഉറങ്ങിക്കിടക്കുകയാണോ? ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണോ? ഇത്തിരി മുമ്പേ പത്മിനിയെ ചേർത്ത് പിടിച്ച് പറമ്പിലേക്ക് കയറി വന്നത് ഓർമ്മയുണ്ട്. ഇത് സ്വപ്നമല്ല. നേരെ മുമ്പിൽ നിൽക്കുന്നത് പത്മിനിയല്ല, ഇട്ടിച്ചിരിയുടെ പ്രേതം. ഈ ദുരാത്മാവ് പത്മിനിയുടെ രൂപത്തിൽ കാത്തു നിന്നതായിരിക്കണം. അമ്പലപ്പടവുകൾക്ക് താഴെ വലിയ വരമ്പത്ത്. അപ്പുവേട്ടാ, പുളിങ്കുരു പോലുള്ള ചുവന്ന പല്ലുകൾ കാണിച്ചുകൊണ്ട് ഇട്ടിച്ചിരി വിളിച്ചു. അവൾ ചിരിക്കുകയാണ്. കുടമണി കുലുങ്ങുന്നത് പോലെ അതേ ചിരി. ശേഖരൻകുട്ടി സർവാംഗം വിറകൊണ്ടു. കത്തുന്ന കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൻ സാവകാശം പിറകോട്ട് അടിവെച്ച് നീങ്ങി. ഇട്ടിച്ചിരി ഇരു കയ്യും നീട്ടി. ശേഖരൻകുട്ടി അകന്നു മാറുന്തോറും ഇട്ടിച്ചിരിയുടെ കൈകൾ നീണ്ടുവന്നു. ഇട്ടിച്ചിരിയുടെ നീണ്ടുവരുന്ന കൈകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൽ പാതി ബോധവും നഷ്ടപ്പെട്ട ശേഖരൻകുട്ടി കൊക്കർണിയുടെ വക്കരവും കഴിഞ്ഞ് ആഴത്തിലേക്ക് കാൽവെച്ചു. കൊക്കർണിയുടെ അടിയിലേക്ക് കെട്ടിയിറക്കിയ ഒറ്റക്കൽ പടവിനു മുകളിലേക്ക് അവൻ നെറുകം തലയടിച്ചു വീണു. തെന്നിത്തെറിച്ച് വെള്ളത്തിലേക്ക് മറിഞ്ഞു. കൊക്കർണി പ്രതിഷേധിക്കുകയും ഇളകി മറിയുകയും ചെയ്തു. സാവധാനം വെള്ളം ഓളമൊടുങ്ങി നിശ്ചലമായി. ശേഖരൻകുട്ടിയുടെ ചേതനയേറ്റ ശരീരം കൊക്കർണിയുടെ അടിത്തട്ടിലേക്ക് താണു. വെള്ളത്തിനപ്പോൾ ചോര നിറമായിരുന്നു. കഴുകൻ എന്ന നോവലിലെ അവസാനത്തെ അധ്യായം. വടക്കേപ്പുറത്തെ ഒരു കാക്കയുടെ പതിവില്ലാത്ത വിളി കേട്ടുകൊണ്ടാണ് തരവത്ത് വീട്ടിൽ കാർത്യായനി അമ്മ ഉറക്കമുണർന്നത്. നേരം വെളുത്തു വരുന്നേയുള്ളൂ. മകൾ മരിച്ചതിൽ പിന്നെ കാലത്ത് എണീക്കണമെന്നോ കുളിച്ച് കുറിയിടണമെന്നോ അടുപ്പ് കത്തിക്കണമെന്നോ കഞ്ഞിക്കരിയിടണമെന്നോ ഉത്സാഹം തോന്നാറില്ല. എന്നിട്ടും മനക്കൽ പോക്ക് നിർത്തിയില്ല. പകലന്തിയോളം മനക്കലെ പണി വലിച്ച് അന്തി മയങ്ങുന്നേരം വീട്ടിൽ വന്നു കയറി ഓലപ്പായ നിവർത്തി ചുരുണ്ടു കിടന്നു. മൂത്ത മകൾ അമ്മയെ തൃഷ്ണപ്പള്ളിയിലേക്ക് വിളിച്ചു. വേണ്ട, എൻ്റെ മകളുടെ ആത്മാവ് ഈ വളപ്പിൽ ചുറ്റിത്തിരിയുന്നുണ്ടാവും. ഉറങ്ങാൻ നേരം എൻ്റെ പായിൽ എൻ്റെ കുട്ടിയും കൂട്ടുകിടക്കാൻ വരും. കാണാത്ത കൈകൾ കൊണ്ട് അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കും. കാർത്യായനിയമ്മ വടക്കേവാതിൽ തുറന്നു. ഇറയത്ത് തൂക്കിയിട്ട കുഞ്ഞോല വട്ടിയിൽ നിന്ന് ഉമിക്കരിയെടുത്ത് കിണറ്റിൻകരയിൽ ചെന്ന് പല്ല് തേച്ചു. വടക്കേ മുറ്റത്തിനരികിൽ നിൽക്കുന്ന മുരിങ്ങമരത്തിൻ്റെ കൊമ്പിൽ ഇരിക്കുന്നുണ്ട് ഒരു കാക്ക. കാക്ക കാർത്യായനിയമ്മയെ നോക്കി കാ കാ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. കാർത്യായനിയമ്മ വടക്കേ മുറ്റത്ത് നിന്ന് അടുക്കളയിലേക്ക് കടക്കുമ്പോഴും കാക്ക വിളിച്ചു. വിശന്നിട്ടാവണം പാപം.
വടക്കേ മുറ്റത്ത് എന്നും കാലത്ത് കാക്കകൾക്ക് വറ്റിട്ട് കൊടുക്കുന്ന വീട്ടുകാരുണ്ട്. അങ്ങനെ ഒരു ശീലം കാർത്യായനി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടില്ല. കാക്ക അതിരാവിലെ ഇതുപോലെ മരക്കൊമ്പത്ത് വന്നിരുന്ന് വിളിക്കാറുമില്ല. ഇതെന്ത് അതിശയം! ഈ വന്നിരിക്കുന്നത് എൻ്റെ കുട്ടിയാണെങ്കിലോ? ഈശ്വരാ! കാർത്യായനി അമ്മ വേഗം ഒരു നാക്കില മുറിച്ചു കൊണ്ടുവന്നു. ഇന്നലെ വെള്ളം ഒഴിച്ചു വെച്ച ഇത്തിരി ചോറ് കലത്തിലുണ്ട്. കുറച്ച് ചോറ് ഊറ്റിയെടുത്ത് നാക്കിലയിൽ വെച്ചു. ചോറിനു മുകളിൽ ഒരു നുള്ള് എള്ളു വിതറി. കിണറ്റിൻകരയിൽ പടർന്നു കിടക്കുന്ന കറുകയും ചെറുളയും പിന്നെ തുളസിയിലയും നുള്ളിക്കൊണ്ടുവന്ന് ഇലത്തലയ്ക്കൽ വെച്ചു. നാക്കില മുറ്റത്ത് കൊണ്ടുപോയി വെച്ച് കിണ്ടി കൊണ്ട് 3 പ്രാവശ്യം നീർ വീഴ്ത്തി. എൻ്റെ കുട്ടി വാ വാ, അമ്മയുടെ ചോറുണ്ണ്. കാക്ക സംശയം ഏതുമില്ലാതെ മുരിങ്ങമരക്കൊമ്പത്ത് നിന്ന് മുറ്റത്തേക്ക് പറന്നിറങ്ങി. നാക്കിലയുടെ അടുത്തേക്ക് ചാടി ചാടി വന്നു. കാർത്യായനി അമ്മയെ ചാഞ്ഞും ചെരിഞ്ഞു നോക്കി. എന്നിട്ട് നാക്കിലയിലുള്ള ചോറ് അത്രയും കൊത്തിത്തിന്നു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാക്ക വീണ്ടും മുരിങ്ങമരക്കൊമ്പത്ത് ചെന്നിരുന്നു. അപ്പോഴും കാക്ക കരഞ്ഞു. പിന്നീട് കാക്ക ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി. തെക്കോട്ട് തെക്കോട്ട് കാക്ക പറന്നു പറന്നു പോകുന്നത് കാർത്യായനി അമ്മ നിറകണ്ണുകളോടെ നോക്കി നിന്നു. ഒരു കറുത്ത പൊട്ടായത് ആകാശത്തിൻ്റെ തെക്കേ ചെരുവിൽ വിലയം പ്രാപിച്ചു. പ്രകാശൻ ചുനങ്ങാടിൻ്റെ കഴുകൻ എന്ന നോവൽ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംല ഇക്ബാൽ. നന്ദി.